ഇസ്മി ലിറ്റി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അങ്ങനെ ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തൊക്കെയായിരിക്കും ലാലേട്ടൻ ചോദിക്കാനും പറയാനും ഒക്കെ പോകുന്നത്? ഹൗസിനുള്ളവരെ കാത്തിരിക്കുന്നവരെ എന്തായിരിക്കും നമുക്ക് നോക്കാം. എന്തായാലും പുറത്ത് പ്രേക്ഷകർ ഒന്നടങ്കം ചോദിക്കാനും അറിയാനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ജാസ്മിൻ ഗബ്രി വിഷയം എന്നത്. അപ്പം ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ആ ഒരു വിഷയത്തിൽ ക്ലാരിഫൈ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ജാസ്മിൻ്റെ വാപ്പ വിളിച്ചിരുന്നു, അപ്പോൾ എന്ത് പറഞ്ഞു, എന്തായിരുന്നു കാരണം, അതിനെപ്പറ്റിയിട്ടൊരു ക്ലാരിഫിക്കേഷൻ എന്തായാലും ലാലേട്ടൻ കൊടുക്കേണ്ടത് തന്നെയാണ്. അതിൻ്റെ വീഡിയോ കാണണം എന്ന് പ്രേക്ഷകർ ഒന്നടങ്കം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അതായാലും ഒന്ന് കാണിക്കുമോ, അതിനെപ്പറ്റിയുള്ള ക്ലാരിഫിക്കേഷൻ അത് കൊടുക്കേണ്ടത് തന്നെയാണ് എന്നാണ്, കൊടുക്കുക തന്നെ ചെയ്യണം. അത് ഇന്ന് തന്നെ വീക്കെൻഡ് എപ്പിസോഡിൽ അത് ചെയ്യേണ്ടതാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ അവരുടെ തെറ്റുകൾ, അതായത് ജാസ്മിൻ ഗബ്രി ഒരിക്കലും ഫ്രണ്ട്ഷിപ്പ് കൂടുന്ന ഒരു തെറ്റൊന്നും അല്ല. അതൊന്നും ഒരിക്കലും തെറ്റായിട്ട് നമുക്ക് പറയാനും സാധിക്കില്ല. കാരണം ഫ്രണ്ട്ഷിപ്പ് ഇല്ലാത്തതായിട്ട് ആരുമില്ല, അല്ലെങ്കിൽ ലവ് ഇല്ലാത്തതായിട്ട് ആരുമില്ല. അതൊന്നും ഒരു വലിയ തെറ്റായിട്ട് നമ്മൾ കാണേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ അവരൊരു ഗെയിം കളിക്കാനാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ആ ഗെയിമിനെ ഗെയിമായി കാണണം, ഫ്രണ്ട്ഷിപ്പിനെ ഫ്രണ്ട്ഷിപ്പായിട്ട് കാണണം. ഈ ഒരിക്കലും ഗെയിമിൻ്റെ ഇടയ്ക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു ലവ് അത് കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല എന്ന് തന്നെയാണ്. പിന്നെ മാനുഷ്യനല്ലേ എല്ലാവരും. അപ്പം മാനുഷികമായിട്ട് ഉണ്ടായി പോകുന്ന ചില വികാരങ്ങളാണ് ലവ് എന്നൊക്കെ പറയുന്നത്. അതിപ്പോൾ ഉണ്ടായി പോയിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ കഴിഞ്ഞ സീസണിൽ പേർലിയുടെ ശ്രീനിഷിൻ്റെ ഒക്കെ ഒരു പ്യുവർ ലവ് ആയിരുന്നു. അതിപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ട് അവരുടെ ലൈഫ് നമുക്ക് നോക്കുമ്പോൾ തന്നെയാണ് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതാണെങ്കിൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ അവർ അല്ലാതെ ഒരു സ്ട്രാറ്റജി പോലെയാണെങ്കിൽ രണ്ടുപേരുടെയും ഗെയിമിനെയാണ് അത് വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ലാലേട്ടൻ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ അത് മാത്രമല്ല, അവർക്ക് ഫുള്ളി നെഗറ്റീവാണ് പുറത്ത് എന്നുള്ളതിന് ഒരു ചെറിയ ഹിൻറ്റെങ്കിലും കൊടുക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇനി ഗബ്രി ആണെങ്കിൽ പോലും ഇപ്പോഴും വീട്ടിലുള്ളവരെയാണ് കുറ്റം പറയുന്ന, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിലാണ് ഉറച്ചു നിൽക്കുന്നത്. അപ്പോൾ അവരുടെ സ്റ്റേറ്റ്മെൻറ്റുകളിൽ ചെറിയ ചെറിയ തെറ്റുകളും പോരായ്മകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തിരുത്തി കൊടുക്കണം. അതൊക്കെ ഒന്ന് പറഞ്ഞ് എത്രയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് അവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ലാലേട്ടൻ തന്നെ അതിന് ഒരു വാണിംഗ് കൊടുത്ത്, അല്ലെങ്കിൽ അതിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുപോവുകയാണെങ്കിൽ കുറച്ചും കൂടി അവർക്ക് നന്നായിട്ട് ഗെയിം കളിക്കാൻ സാധിക്കും. നല്ല നിലപാടുള്ളൊരു കണ്ടസ്റ്റൻ്റാണ് റോക്കി. പക്ഷേ റോക്കി പലപ്പോഴും പ്രൊവോക്ഡ് ആകുന്നത് കൊണ്ട് റോക്കി പറയുന്ന ചില കാര്യങ്ങൾ, സ്റ്റേറ്റ്മെൻറ്റ്സ്, സംസാരിക്കുന്ന രീതി, അതൊക്കെ വളരെയധികം മോശമാകുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അതായത് ജാസ്മിനെയൊക്കെ കവാലക്കെട്ടി അടിച്ച് പൊട്ടിക്കുന്നൊക്കെ പറഞ്ഞു, അതൊക്കെ ഒരു റോങ് സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ അതിനൊക്കെ എന്തായാലും ലാലേട്ടൻ എന്നൊരു വാണിംഗ് കൊടുക്കുമായിരിക്കും. പക്ഷേ എനിക്ക് റോക്കിക്ക് കാര്യങ്ങളൊന്നും പറഞ്ഞ് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ലൊരു പ്ലെയറാണ്, നല്ല നിലപാടുള്ള, പ്രതികരിക്കാൻ ശേഷിയുള്ള നല്ലൊരു ഗെയിമറാണ് റോക്കി. അപ്പോൾ റോക്കി ഇങ്ങനെ പ്രൊവോക്ഡ് ആക്കി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് റോക്കിയുടെ ആ ഹൗസിനുള്ള നിലനിൽപ്പിനെ തന്നെ അതൊരു നെഗറ്റീവായിട്ട് ബാധിക്കും. കാരണം ഇങ്ങനെ പ്രൊവോക്ഡായി പ്രോപ്പർട്ടീസ് നശിപ്പിക്കാൻ തുടങ്ങുക, അല്ലെങ്കിൽ ഫിസിക്കൽ അസോൾട്ടിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അത് റോക്കിയുടെ നിലനിൽപ്പിനെ ബാധിക്കും. അത് തന്നെ ഒരു എവിക്ഷൻ എങ്കിലും ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു കാര്യമാണത്. അപ്പോൾ അതിന് കൃത്യമായൊരു വാണിംഗ് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. ഈ ഒരാഴ്ചയിൽ പവർ ടീമുകാർ പല സാഹചര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിനും ശിക്ഷ നടപ്പാക്കുന്നതിലൊക്കെ തെറ്റുകൾ വന്നിട്ടുണ്ട്. ഒന്ന്, റസ്മിൻ പവർ റൂമിൽ കയറിയ കാര്യം അറിഞ്ഞില്ല, പറഞ്ഞില്ല, അങ്ങനെ കുറേ നേരങ്ങൾ കഴിഞ്ഞിട്ടാണ് റസ്മിന് ഒരു ശിക്ഷ വിധിക്കാൻ അവർ തീരുമാനിച്ചത്. അത് തന്നെ മാത്രമല്ല, പവർ ടീമിലുള്ള ആൾക്കാർ തന്നെയാണ് അവിടെ ഉറങ്ങിയതും ലക്ഷറി പോയിന്റ് കട്ടാവുകയൊക്കെ ചെയ്തത്. അതൊക്കെ പവർ ടീമുകാരുടെ ഒരു പോരായ്മ തന്നെയാണ്. അതൊക്കെ എന്തായാലും ഇന്ന് ലാലേട്ടൻ അതിനെപ്പറ്റിയൊക്കെ ചോദിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ചോദിക്കുക തന്നെ വേണം. പിന്നെ എടുത്തു പറയേണ്ട ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് അപ്സര എന്ന ക്യാപ്റ്റനെ കുറിച്ചാണ്. അപ്സര വളരെ നല്ലൊരു ക്യാപ്റ്റനായിരുന്നു. ഈ ഒരു ആഴ്ച നല്ലതായിട്ട് തന്നെയാണ് അപ്സര തൻ്റെ ക്യാപ്റ്റൻസി കൊണ്ടുപോയത്. അത് മാത്രമല്ല, അപ്സര നല്ലൊരു ഗെയിമർ കൂടിയാണ്. അപ്സര നല്ലൊരു ഗെയിമറാണ്. എന്താ പറയുക, അപ്സര ടോപ്പ് 5 വരാൻ സാധ്യതയുള്ള നല്ലൊരു ഗെയിമർ തന്നെയാണ്. അപ്പോൾ അപ്സര എന്തായാലും ഒരു അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. അത് ലാലേട്ടൻ പറയണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഋഷിയിലോട്ട് വരികയാണെങ്കിൽ ഋഷി ഗെയിമിനെ കൂടുതൽ മനസ്സിലേക്ക് എടുക്കുന്നത് പോലെ നമുക്ക് തോന്നുന്നുണ്ട്. കാരണം അപ്സര ഋഷിയെ നോമിനേറ്റ് ചെയ്തു എന്നുള്ളൊരു പേരിൽ വളരെയധികം കരയുകയും സങ്കടപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊരു ഗെയിം ഷോ ആണ്. അപ്പോൾ ഇവിടെ സുഹൃത്തുക്കളില്ല, അല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങളോ ഒന്നുമില്ല. ഇത് ഗെയിമാണ്. എല്ലാവരും ഗെയിം കളിക്കാൻ വന്ന കണ്ടസ്റ്റൻസ് ആണ്. അപ്പോൾ അവർ ഗെയിം കളിക്കുക തന്നെ വേണം. അവിടെ ഇപ്പോൾ ഒരാൾ നോമിനേറ്റ് ചെയ്തു, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നുള്ള രീതിയിൽ ഫീലിങ്സ് ആവാനും വിഷമിക്കാനൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഗെയിം മുന്നോട്ട് പോവില്ല. അപ്പോൾ ഗെയിമിനെ ഗെയിമായി കണ്ട് അതിനെ ഇമ്പ്രൂവ് ചെയ്ത് നന്നായിട്ട് കളിക്കാൻ ശ്രമിക്കണം എന്ന് ടാലൻറ്റൊന്ന് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഏതായാലും വീക്കെൻഡ് എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. പുതിയ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.